അഹമ്മദാബാദിൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് AI-171 ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ടേക്ക് ഓഫിനിടെ തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ 241 പേരും കൊല്ലപ്പെട്ടു. ഈ വിമാനം തകർന്നു വീണതോടെ ഇല്ലാതായത് കഴിഞ്ഞ 14 വർഷത്തിൽ അധികമായി ബോയിങ് 787-8 ഡ്രീം ലൈനർ മോഡൽ ഉണ്ടാക്കിയെടുത്ത വിശ്വാസമാണ്. 2011 ആദ്യമായി കമ്പനി വിപണിയിലിറക്കിയ ശേഷം ഈ ഒരു മോഡൽ ഇതുവരേക്കും ഇത്തരമൊരു വൻ ദുരന്തത്തിന് ഇരയായിട്ടുണ്ടായിരുന്നില്ല. ഇത് പക്ഷേ ആദ്യം. മുൻകാലങ്ങളിൽ സാങ്കേതിക തടസ്സത്തിലുപരി യാത്രക്കാരുടെയോ ക്രൂവിന്റെയോ ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള അപകടങ്ങൾ ഈ വിമാനത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല. ഡ്രീം ലൈനറിന്റെ മാരകമായ അപകടങ്ങളൊന്നും തന്നെ നേരിടേണ്ടി വന്നിരുന്നില്ല എന്ന ദീർഘകാല റെക്കോർഡ് അവസാനിപ്പിക്കുന്നു എന്നതും ഈ ഒരു അപകടം അടയാളപ്പെടുത്തുകയാണ്. ബോയിങ്ങിനും ആഗോള വ്യോമയാന വ്യവസായത്തിനും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാര്യമാണെങ്കിൽ കൂടിയും അഹമ്മദാബാദിലെ അപകടത്തിന്റെ വ്യാപ്തി ആശങ്ക ഉണ്ടാക്കുന്നതാണ്. എയർ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ സമാനമായ അപകടങ്ങൾ മുൻപും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ 75 വർഷങ്ങൾക്കിടയിൽ നിരവധി അപകടങ്ങളാണ് എയർ ഇന്ത്യക്കും എയർ ഇന്ത്യ എക്സ്പ്രസിനും നേരിടേണ്ടി വന്നിട്ടുള്ളത്.